എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരന്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് അരിഞ്ഞെടുക്കണം. മത്തി മുളക് ഇട്ടതാണ്, മത്തിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്, അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ്. അപ്പോൾ ആദ്യം തന്നെ ബീട്രൂട്ടെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം. നമ്മളിവിടെ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. മെഴുക്കുവരട്ടിക്കുള്ളത് വെണ്ടയ്ക്ക, സവാള, പച്ചമുളക്, ബീട്രൂട്ട്, സവാള, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരനുള്ളത്. നമുക്ക് ആദ്യം മീൻകറി തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് അല്പം മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഈ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഉലുവാപ്പൊടി, പൊടിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചേക്കാം. തോരൻ തയ്യാറാക്കാം. ബീട്രൂട്ട്, സവാള, പച്ചമുളകെല്ലാം അരിഞ്ഞ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം കറിവേപ്പില. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടച്ച് വെച്ച് തീ കുറച്ചിടാം. നമ്മൾ 3-4 മത്തി വറക്കുന്നുണ്ട്. അപ്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് പുരട്ടി വെക്കാം. തോരനൊന്ന് ഇളക്കി കൊടുക്കാം. ആവി വന്നോട്ട് അടച്ചു വെക്കാം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് മീൻകറി ഒന്ന് നോക്കാം. ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്.
മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. തീ കുറച്ചിട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ മത്തി ഒന്ന് പൊരിച്ചെടുക്കാം. തീ കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉച്ചയൂണ്: ചോറ്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, മത്തി മുളകിട്ടത്, ബീട്രൂട്ട് തോരൻ, മത്തി വറുത്തത്.